വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ 24-ാം തീയതിയാണ് നമ്മുടെ എക്സാം വരുന്നത്. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, എല്ലാം പഠിച്ചങ്ങ് തകർത്ത് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് മാറണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മളുടെ ഈ ഒരു സമയത്ത് പറയാൻ വേണ്ടി പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതായത് 5 ചാപ്റ്റേഴ്സ് ആണ് നമ്മളിപ്പോ ശരിയാക്കാൻ പോകുന്നത്. ഈ 5 ചാപ്റ്റേഴ്സ് ഒന്ന് ജസ്റ്റ് മക്കൾ നമ്മൾ കണ്ടു, തംബ്നെയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കവിതയുടെ ആശയം അല്ലെ. കവിതയുടെ ആശയം നമുക്ക് എന്താക്കാം, സെറ്റ് ആക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ മക്കൾക്ക് എപ്പോഴും ബുദ്ധിമുട്ട് വരുന്ന സംഭവം ഇതായിരിക്കും. ഇപ്പൊ 5 ചാപ്റ്റേഴ്സ്, ഈ 5 ചാപ്റ്റേഴ്സിന് ഈ 5 കവിതയുടെ ആശയം ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണ്ടേ, അത് അങ്ങനെ എങ്ങനെ പഠിക്കണം, അങ്ങനെ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ അഥവാ പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് എല്ലാവരും കൊണ്ടുപോയി എഴുതി വെക്കാം ഇസ് കവിത സുന്ദർ കവിത ബഹുത്ത് അച്ഛ കവിത എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ എഴുതി വെക്കും. അങ്ങനെ ആയിരിക്കും ലാസ്റ്റ് എഴുതുന്നുണ്ടാവും അല്ലെ. ഒക്കെ പോട്ടെ, നമുക്കൊരു ചെറിയൊരു സാധനം പഠിക്കാം. ആ ചെറിയ സാധനം പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടാൻ പറ്റും. അപ്പൊ ഇതെന്തായാലും ഇത് ഇനി അങ്ങോട്ട് എന്റെ മക്കൾ ഇത് നന്നായിട്ട് പഠിച്ചോളാം. നമുക്ക് സമയമുണ്ട്, നാളെയൊക്കെ ഇത് ഇരുന്ന് പഠിക്കാനുള്ള സമയമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ നമ്മൾ തരുന്നത്. അപ്പൊ നോക്കാം മക്കള്, ആശയം എഴുതാനുള്ള ഒരു വഴിയാണ് മിസ് പറയുന്നത്. അപ്പൊ കവിതയെ കുറിച്ച് ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഉണ്ട് എന്നുള്ളത് മിസ്സിന് അറിയാം. അപ്പൊ ആ ഐഡിയ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആശയം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡയറിക്ക്, ലെറ്ററിന് എന്നൊക്കെ പറഞ്ഞ മക്കൾ ഒരുപാട് ഫോർമാറ്റുകളൊക്കെ പഠിക്കുന്നുണ്ടാവും. ആ ഫോർമാറ്റിന്റെ വീഡിയോ ഇത് ഉടൻ വരുന്നുണ്ടാവും. ആ ഫോർമാറ്റ്, എല്ലാ ഫോർമാറ്റുകളും, പോസ്റ്റ്, ഡയറി, ലെറ്റർ, അങ്ങനെയുള്ള എല്ലാ വേണ്ട സംഭവങ്ങളും നമുക്ക് ഒരുമിച്ചൊരു കോണ്ടന്റ് നമ്മൾ ചെയ്യുന്നുണ്ടാവും, ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവും. മക്കൾ അത് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇന്ന് എന്ത് ചെയ്യാം മക്കൾ, ഇത് പഠിക്കാം. ഇത് നമ്മൾ ഇതുവരെ പഠിക്കാത്ത ഒരു സംഭവം ആയതുകൊണ്ടാണ് ഇന്ന് ഇടുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, കവിതയുടെ ആശയം എഴുതുന്ന ഒരു രീതി. അപ്പൊ മക്കൾ ഇതുവരെ എഴുതിയ രീതികളൊക്കെ എന്ത് ചെയ്യാന്ന് ജസ്റ്റ് ഒന്ന് മറക്കുക, ഇതൊന്ന് പഠിക്കാം. ഈ ലെറ്ററിനും ഡയറിക്കും ഫോർമാറ്റ് പഠിച്ചതുപോലെ മിസ് എന്ത് ചെയ്യാൻ പോവാണ്, ആശയത്തിന് ഒരു ഫോർമാറ്റ് പറഞ്ഞുതരാൻ പോവാണ്. എന്നിട്ടോ ആ ഫോർമാറ്റ് മാത്രമാണോ പറഞ്ഞുതരാൻ പോകുന്നത്? അല്ല, ഈ ഫോർമാറ്റിന്റെ ഉള്ളിൽ ഇടാൻ പറ്റിയ കുറച്ച് പോയിന്റ്സും പറഞ്ഞുതരും. ബാക്കി ഈ നടുവിലുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ നടുവിലുള്ള ഭാഗം മക്കൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, കവിതയുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക നമുക്ക് കറക്റ്റ് അറിയാം. എങ്ങനെയാണ്, നമുക്ക് കവിതയുടെ കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ടാവും. ആ ലൈൻസ് തന്നിട്ട് ആ ലൈൻസിനനുസരിച്ച് ആശയം എഴുതാൻ വേണ്ടിയിട്ടാണ് പറയാ. ഓക്കെ, അപ്പൊ ആ ലൈൻസ് നടുവിലിടാനുള്ള ഭാഗം എന്താ മക്കൾക്ക് ഓൾറെഡി അറിയാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട്. ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ആണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത്. ആ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും എങ്ങനെ എഴുതാം, എങ്ങനെ സൂപ്പറാക്കി ആശയം എഴുതാം, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്റെ മക്കൾ ഇത് പഠിച്ചു വെച്ചോ, വളരെ ഉപകാരപ്പെടുന്ന സാധനമാണ്. ദേ 5 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഈ ഒറ്റൊരു വീഡിയോയിലൂടെ എന്താക്കാൻ പോകുന്നത്, കറക്റ്റ് ആക്കാൻ പോകുന്നത്. നമുക്ക് ഏത് കവിത വേണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ നമുക്കൊക്കെ അറിയാലോ. ആനുവൽ എക്സാം ആണ്, പണ്ട് തൊട്ടുള്ള ഏത് കവിത വേണമെങ്കിൽ നമുക്ക് എന്താണ് ആനുവൽ എക്സാമിന് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം മക്കൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കഴിഞ്ഞ തവണത്തെ പോലെ 7ാം ക്ലാസ് പോലെ ലാസ്റ്റിലോട്ടുള്ള സംഭവം അത് മാത്രമേ ചോദിക്കൂ, അങ്ങനെയൊന്നും അല്ല, പണ്ട് തൊട്ടേ ഉള്ള സംഭവങ്ങൾ നമുക്ക് വരും. അപ്പൊ 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ലാസ്റ്റ് 2 യൂണിറ്റുകളാണ്. പക്ഷെ പണ്ടത്തെ കാര്യങ്ങളും ചോദിക്കും, അങ്ങനെയുള്ളത് കേട്ടോ. അപ്പൊ അത് കവിതയാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം മക്കൾ ചെയ്യേണ്ട കാര്യം, ഒരു നോട്ട് ബുക്ക് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് എഴുതിയെടുക്കുക. മിസ് തരുന്ന പോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. നാളെ ഇരുന്ന് പഠിക്കുക. നമുക്ക് സമയമുണ്ട്. അപ്പൊ രാവിലെ തൊട്ടൊക്കെ സമയമുണ്ട്. പിന്നെ വൈകുന്നേരം നമുക്ക് വേറെ മാരത്തോൺ വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഇന്ന് എടുക്കുന്നതും മിസ് ഇന്ന് കോണ്ടന്റിൽ എടുത്ത കാര്യങ്ങളൊക്കെ നാളെ ഇരുന്ന് പഠിക്കാം. എന്നിട്ട് ബാക്കി സാധനങ്ങൾ മറ്റന്നാൾ പഠിക്കാം. അങ്ങനെ നമുക്ക് പഠിച്ചിട്ട് പോവാം കേട്ടോ. അപ്പൊ ഇന്നത്തെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേ, ഈ ഒരു സംഭവം, ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുക. ലെറ്ററിന് പഠിച്ചതുപോലെ, ഡയറിക്ക് പഠിച്ചതുപോലെ ആശയം എഴുതാൻ വേണ്ടി ഒരു ഫോർമാറ്റ് നോക്കണം മക്കൾ കേട്ടോ. ഇവിടെ മക്കൾ എഴുതി കൊടുക്കേണ്ടത് ആദ്യം കവിതയുടെ പേരാണ്. നോക്കണേ, ആദ്യം എന്ത് എഴുതി കൊടുക്കണം, കവിതയുടെ പേര്, കവിതയുടെ നെയിം ഏതാണോ അത് എഴുതി കൊടുക്കുക. അപ്പൊ അത് ഏതാണ്, ഖുശ്ബു റിസ്തിയാത്ത് എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് പേട് എന്ന് പറയുന്ന കവിതയായിരിക്കാം. കവിതയുടെ പേര് ആദ്യം എഴുതി തുടങ്ങാം. നോക്കണേ, എന്നിട്ട് നമ്മൾ എങ്ങനെ തുടങ്ങണം എന്നറിയോ, ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവി, പ്രമുഖ മീൻസ് എന്താണ്, പ്രമുഖനായ, വളരെ നമ്മളെ പറയാം പ്രസിദ്ധനായ എന്ന് പറയാറില്ലേ, അതിനാണ് പ്രമുഖ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. വാക്ക് പഠിച്ചു വെച്ചോളാം, പ്രമുഖനായിട്ടുള്ള കവി. എന്നിട്ട് മക്കള് ഇവിടെ കവിയുടെ പേര് എഴുതി വെക്കുക, കവിയുടെ നെയിം ഇവിടെ എഴുതുക. അപ്പൊ അങ്ങനെ ഒരുപാട് അല്ലേ, ഇപ്പൊ നമ്മൾ ഖുശ്ബു റിസ്തി ആണെങ്കിൽ നമ്മൾ അരുൺ കമൽ ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതുന്നു. ഓക്കെ, അങ്ങനെ ഓരോ പേരുകൾ നമ്മൾ എഴുതി വെക്കുക, കവിയുടെ പേര് എഴുതി വെക്കുക. എന്നിട്ടോ, ഏക് മഷ്ഹൂർ കവിത ഹേ, മഷ്ഹൂർ മീൻസ്
ഫേമസ് എന്നുള്ള അർത്ഥമാണ്. ഫേമസ് ആയിട്ടുള്ള കവിതയാണ്. നോക്കണേ മക്കളെ, ശ്രദ്ധിച്ചോണേ. ഇങ്ങനെയാണ് നമ്മുടെ പോകുന്നത്, ശ്രദ്ധിച്ചോളാം. ഖുശ്ബു രച്തെ ഹേ ഹാത്ത് ഹിന്ദി സാഹിത്യ കെ പ്രമുഖ കവി അരുൺ കമൽ കാ ഏക് മഷ്ഹൂർ കവിത ഹേ. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പൊ ഇത് വേറെ ഏതെങ്കിലും കവിതയാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റി കൊടുത്താൽ മതി. കവിതയുടെ പേര് എഴുതുക, കവിയുടെ പേര് എഴുതുക. ഓക്കെ, ഇനി എന്താണ് എഴുതണം നോക്കിക്കേ. ഇസ് കവിതാമി, ഈ കവിതയിൽ കവി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താണോ നമ്മുടെ വിഷയം, എന്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത്, അതെന്ത് ചെയ്യുക എന്റെ മക്കൾ ഇവിടെ എഴുതി കൊടുക്കുക. ഇവിടെ ഡാഷ് കെ ബാരേമേ കഹാ ഗയാ ഹേ, ഇവിടെ അഗർബത്തികൾ വിൽക്കുന്ന ആളുകളെ കുറിച്ച് കഹാ ഗയാ ഹേ. ഇവിടെ പേടിനെ മഹത്വത്തിനെ കുറിച്ച് കഹാ ഗയാ ഹേ. ഇപ്പൊ അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ വേറെ ഏതെങ്കിലും കവിതയാണെങ്കിൽ, ചൗക്കാണെങ്കിൽ ഇവിടെ എന്താണ് കവി അവരുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ബച്പൻ കെ ബാരേമേ കഹാ ഗയാ ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയങ്ങൾ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. വിഷയം എവിടെ നിന്ന് കിട്ടും മിസ് കുറച്ച് ഞാൻ പറഞ്ഞു തരും. ഇത് ഈ വീഡിയോയിൽ ഫുള്ള് നമ്മൾ എന്തൊക്കെ ടെക്നിക്കുകളാണ് ഇതിന് പ്രയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഫുള്ള് നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ആദ്യം സെറ്റ് ആക്കുന്നു. ഇതായിരിക്കണം നമ്മുടെ ഇൻട്രൊഡക്ഷൻ. മിസ് പറഞ്ഞു കവിത എഴുതുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ വേണം, നടുവിലൊരു നടുക്കഷ്ണം വേണം, ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ വേണം. അപ്പൊ തലഭാഗത്തുള്ള ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ക്ലിയർ ആക്കി. ഇതെന്റെ മക്കൾ ഇങ്ങനെ പഠിച്ചെഴുതിയാൽ മതി. കവിതയുടെ പേര്, കവിയുടെ പേര്, വിഷയം എഴുതിയാൽ തന്നെ നമുക്ക് എത്ര മാർക്ക് കിട്ടി? അവിടെ 1 മാർക്ക് 1.5 മാർക്ക് സെറ്റ് ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ ടീച്ചേഴ്സിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. പിന്നെയുള്ള ഈ നടുക്കഷ്ണം ഉണ്ടല്ലോ, ഈ നടുക്കഷ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തായാലും ലൈൻസ്, മക്കൾ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലേ, ലൈൻസ് നമുക്ക് എന്തായാലും തന്നിട്ടുണ്ടാവും. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്ന പരിപാടി ഇല്ലേ, അതാണ് ഇവിടെ ചെയ്യേണ്ടേ. ഇവിടെ നമ്മുടെ ബ്ലാ 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 പരിപാടി നിങ്ങൾ നടത്തുക. ഓക്കെ മക്കൾ, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നു. എന്നിട്ട് നോക്കിക്കേ, ഇത് ഈ ഒരു ഭാഗം നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഈ ഭാഗത്ത് കുറച്ച് അധികം എഴുതണം കേട്ടോ മക്കൾ. ആ ലൈൻസ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. മക്കൾക്ക് ആ കവിതയെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിയുമ്പോൾ അതൊക്കെ എഴുതി വെക്കാം. ഇനിയിപ്പോ ഒന്നും അറിയാത്ത മക്കളാണെങ്കിൽ ആ ലൈൻസ് വെച്ചിട്ടെങ്കിലും എന്തെങ്കിലും ഇവിടെ എഴുതി കൊടുക്കണം ഹിന്ദിയിൽ. അതിന് വേണ്ടിയിട്ടാണ് മിസ് പഠിപ്പിച്ചു തരുന്നേ. ഇതിപ്പോ നന്നായി പഠിക്കുന്ന മക്കൾക്കും പിന്നെ ഹിന്ദി കുറച്ച് ബുദ്ധിമുട്ടുള്ള മക്കളാവട്ടെ, എല്ലാ മക്കൾക്കും എഴുതാൻ പറ്റിയ സാധനമാണിത്. അപ്പൊ ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് മാർക്ക് കിട്ടും. ഇനി നോക്കണേ, ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ ഉണ്ട് അല്ലെ. കൺക്ലൂഷൻ നമ്മൾ എന്തായാലും എഴുതണം. ഇപ്പൊ എല്ലാ കവിത നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, കൺക്ലൂഷൻ മസ്റ്റ് ആണ് നമുക്ക്. അപ്പൊ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ നോക്കിക്കേ. ഈ ഏക്ക് സുന്ദർ ഒരു സരൽ കവിത ഹേ, ഇത് വളരെ സുന്ദരവും, സരൽ മീൻസ് എന്താണ്, എളുപ്പവും ഉള്ള ഒരു കവിതയാണ്. പഠിച്ചു വെച്ചൂടെ? എല്ലാ കവിതയും സുന്ദരവും എളുപ്പമാണ്. സുഖല്ലേ പഠിച്ചൊക്കെ വേണ്ടിട്ട്. പിന്നെ ബഹുത് പ്രഭാവശാലി ഹേ, ഈ വാക്ക് എന്റെ മക്കൾ എഴുതി അങ്ങ് പഠിച്ചോളാം. നല്ല വാക്കാണ്, പ്രഭാവശാലി, ഇംപ്രസീവ് ആണ്. നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കവിതയാണ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്രഭാവശാലി എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. എഴുതി പഠിക്കാം, പ്രഭാവശാലി. ആ വാക്കിൽ തന്നെ ഇല്ലേ ഒരു സംഭവം, വാവ്, പ്രഭാവശാലി എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. എന്നിട്ടോ സാമാജിക് ഗ്രൂപ്പ് മേ ബിൽകുൽ പ്രാസംഗിക് ഹേ, ഇതെന്റെ മക്കൾ കാണാതെ പഠിക്കേണ്ട ഭാഗങ്ങളാണ് മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് കവിത, 5 കവിത നമുക്കുണ്ട്, അത് ഏത് കവിത ചോദിച്ചാലും ഇങ്ങനത്തെ കുറച്ച് സാധനം എഴുതി വെച്ചാൽ മതിയെങ്കിൽ സൂപ്പർ അല്ലേ. നോക്കുക, സാമാജിക് ഗ്രൂപ്പ് മേ, സാമാജികപരമായിട്ടുള്ള, സാമൂഹികപരമായിട്ട്, സാമാജിക് മീൻസ് സാമൂഹിക രൂപത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിൽകുൽ, തീർച്ചയായും. ഈ ബിൽക്കുലൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും സാരമില്ല, പ്രാസംഗിക് എന്നുള്ള വാക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ എഴുതണം. പ്രാസംഗിക് മീൻസ് എന്താണ്? റെലവൻസ് ആണ് എന്നുള്ള അർത്ഥമാണ്. ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രസക്തമാണ്, റെലവൻസ് ആണ്. ഈ ഒരു കാര്യം നമുക്ക് എല്ലാ കവിതകളും എന്താണ്, സാമൂഹികപരമായിട്ട് എന്തോ ഒരു പ്രസക്തിയുള്ള എന്തോ ഒരു സാധനമാണല്ലോ നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ വെറുതെ സുന്ദർ കവിത എന്ന് അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഇതൊക്കെ എഴുതി വെക്കാണ്. നമുക്ക് പ്രഭാവശാലി ഹേ, ബിൽക്കുൽ പ്രാസംഗിക് ഹേ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ടീച്ചർമാര് വാവ്, കുട്ടി ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ടീച്ചർമാർ അവിടെ ഫ്ലാറ്റ് ആണ്. മക്കൾ എന്ത് ചെയ്യണം? ഇത് പഠിച്ചു വെക്കാം. ഇത് പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഇത് നന്നായിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ കൺക്ലൂഷന്റെ ഭാഗത്ത് പഠിക്കാം. ഓക്കെ, ഇതുവരെ സെറ്റ് ആണ്. ഇൻട്രൊഡക്ഷൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. കവിതയുടെ പേര് എഴുതിയിട്ട് പിന്നെ വിഷയം എഴുതി കൊടുത്തിട്ട് നടുവിൽ ബ്ലാ 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 എഴുതി വെക്കുന്നു. പിന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ ഇങ്ങനെ എഴുതി കൊടുക്കുന്നു. സൂപ്പർ. ഇനിയാണ് നമ്മൾ ഓരോ കവിതയ്ക്കും കുറച്ച് പോയിന്റ്സ് പഠിച്ചു വെക്കുന്നു. ഓക്കെ, 5 കവിതകളുണ്ട്. ആ 5 കവിതയ്ക്കുള്ള കുറച്ച് പോയിന്റ്സും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആശയം മക്കൾക്ക് സെറ്റായി. ആശയം നിങ്ങൾ വേറെ കുറെ കുറിപ്പ് പോലെ അങ്ങ് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റത്തെ പാഠം തൊട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, കവിതയുടെ പേരെന്താണ്? പേട് എന്നാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഈ ഒരു ഫോർമാറ്റ് പഠിക്കുന്നു. ഫോർമാറ്റിൽ എന്ത് ചെയ്യുന്നു? പേട് നിട്ട് കൊടുക്കുന്നു. ഇനി നോക്കിക്കേ, ആരാണ് എഴുതിയിട്ടുള്ളത്? സുശീൽ ശുക്ലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ കവിയുടെ പേരിന്റെ സ്ഥാനത്ത് മക്കള് സുശീൽ ശുക്ല ഇട്ട് കൊടുക്കുന്നു. ഇനി നോക്കണേ, പേട് കെ മഹത്വ കെ ബാരെ മേ കഹാ ഗയാ ഹേ, ഇത് ഈ വിഷയം എന്നുള്ള ഭാഗത്തുണ്ടല്ലോ, വിഷയം
ഇതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. നോക്കണേ മക്കള്, ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് പേട് എന്ന് പറഞ്ഞ കവിതയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പേടിന്റെ മരത്തിന്റെ മഹത്വത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നോക്ക, പേടൊക്കെ മഹത്വക്കെ ബാരേമേ. ഓക്കെ, മഹത്വക്കെ ഒറ്റ പ്രാവശ്യം മഹത്വം എഴുതിയാൽ മതി കേട്ടോ. മഹത്വക്കെ ബാരേമേ കഹാ ഗയാ ഹേ. മഹത്വത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മക്കൾ നോക്കിക്കേ, ഇതനുസരിച്ച് മാറ്റി നമ്മൾ ഒറ്റ തവണ പറഞ്ഞു തരാം കേട്ടോ, നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. पेड़ हिंदी साहित्य के प्रमुख कवि सुशील शुक्ल का एक मशहूर कविता है. इस कविता में कवि पेड़ के महत्व के बारे में कहा गया है. ഇങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്നത്. അപ്പൊ ഇനി മിസ് ഓരോ പറയുന്നതിനനുസരിച്ച് ആ ഒരു ഭാഗത്ത് മാത്രം മാറ്റി കൊടുത്താൽ മതി. സിമ്പിൾ അല്ലേടാ? ഇങ്ങനെയൊക്കെ പഠിച്ചതിന് സിമ്പിൾ അല്ലേ? ഹിന്ദി നിങ്ങൾ ഡെഫ് ആണെന്ന് വിചാരിക്കേണ്ട, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ച സിമ്പിൾ ആയിട്ടാ. ഇനി നോക്കിക്കേ, അടുത്ത് നോക്കിക്കേ മക്കള്. പിന്നെ നമുക്ക് ലാസ്റ്റിലോട്ടൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റിയത് ലാസ്റ്റ് പാരഗ്രാഫിൽ കേട്ടോ, ലാസ്റ്റ് പാരഗ്രാഫിൽ ചേർത്ത് കൊടുക്കാൻ പറ്റിയ കുറച്ച് സാധനമാണ്. അല്ലെങ്കിൽ അത് ഇൻട്രൊഡക്ഷനിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പറ്റിയ ഒരു പോയിന്റ്, A+ പോയിന്റ് ആണ് കേട്ടോ. നോക്കുക, ശ്രദ്ധിച്ചേ. കവി कहना चाहता है कि കവി പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, पेड़ हमारे जीवन के लिए बहुत जरूरी है. മരം ഹമാരി ജീവൻ കേലി, നമ്മുടെ ജീവനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ജീവന് വേണ്ടിയിട്ട് ബഹുത് ജറൂരി ഹേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മക്കൾ എന്ത് ചെയ്യാ ചെയ്യേണ്ടത് വെച്ചാൽ എന്ത് എഴുതിയെടുക്കുക. മിസ് പറയുന്ന മലയാളം ആലോചിക്കുക, മലയാളം മുകളിൽ എഴുതിയെടുക്കുക, പഠിക്കുക. ഇതാണ് കേട്ടോ നാളത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, ശ്രദ്ധിച്ചേ. ഇസ്ലിയെ ഹമേ ഉനെ ബച്ചാന ഓർ പ്യാർ കർനാ ചാഹിയെ. നോക്കിയേ, ഇസ്ലിയെ അതുകൊണ്ട്, ഹമേ നമ്മൾ, ഉനെ അതിനെ, ബച്ചാന ഓർ പ്യാർ കർണ ചാഹിയെ. ബച്ചാന രക്ഷിക്കുകയും പിന്നെ അതിനെ പ്യാർ കർണ നമ്മൾ സ്നേഹിക്കുകയും വേണം. മരത്തിനെ നമ്മൾ സ്നേഹിക്കണം, അതിനെ രക്ഷിക്കണം എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, ഈ പോയിന്റ് നമുക്ക് ലാസ്റ്റ് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇൻട്രൊഡക്ഷന്റെ ഭാഗത്തും എഴുതി കൊടുക്കാം. ലാസ്റ്റ് എഴുതുന്നതാണ് കുറച്ചുകൂടി നല്ലത്. മിസ് ഇവിടെ ലാസ്റ്റ് എന്നിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, പേട് എന്നുള്ള കവിതയുടെ പേര് പഠിക്കുക, സുശീൽ ശുക്ലാണ് എഴുതിയെന്ന് പഠിക്കുക, വിഷയം പഠിക്കുക, ഒരു എക്സ്ട്രാ പോയിന്റും പഠിച്ചു കൊടുക്കുക. ഓക്കെ, പേടിന്റെ ആശയമായി. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ഇനി അടുത്ത പാഠം ഏതാണ്? നമ്മുടെ ബാബ ഒരു ബാബ കി ചെടിയാണ് അല്ലേ വരുന്നത്. ബാബ ഒരു ബാബ കി ചെടിയില് മക്കൾ നോക്കാം. ആദ്യം ആരാണ് എഴുതിയത്? ഗുൽസാർ ആണ് എഴുതിയത്. ഗുൽസാർ എഴുതിയത് നമ്മൾ പഠിക്കുന്നു. നോക്കിക്കേ, വിഷയം എന്താ? ഇസ്മേ ഇതില് എന്തിനെ കുറിച്ചാ പറഞ്ഞേക്കുന്നത്? ഏക് വൃദ്ധ്, ഒരു വൃദ്ധൻ, और उसकी छड़ी के ആത്മിക് സംബന്ധ് കെ ബാരെ മേ ബതായ ഗയ ഹേ. ഇതിന് എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? വിഷയം എന്താണ്? ഇതിന്റെ വിഷയം ഇതാണ് നമ്മുടെ വിഷയം. വിഷയം എന്താണ്? നോക്കിക്കേ, ഏക് വൃദ്ധ്, ഒരു വൃദ്ധനും, ഉസ്കി ഛടി, അയാളുടെ ആ ഊന്നുവടിയും തമ്മിലുള്ള ആത്മിക് സംബന്ധം മീൻസ് എന്താണ്? ആത്മബന്ധം. ആത്മബന്ധത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ വാക്ക് മാത്രം പഠിച്ചു വെച്ചാൽ മതി, വിഷയമായി, സെറ്റായി. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ തന്നെ വാവ്, കുട്ടിക്ക് അറിയാം, എന്തൊക്കെയോ അറിയാം എന്നുള്ള സാധനം കിട്ടിയല്ലേ. അപ്പൊ നോക്കാം, ഇതില് വൃദ്ധനെ കുറിച്ചിട്ടും വൃദ്ധന്റെ ചെടിയെ കുറിച്ചും അവർ തമ്മിലുള്ള ആത്മബന്ധത്തിനെ കുറിച്ചിട്ടാണ് ബാബ ഓർ ബാബാക്കി ചെടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാക്കാം ഇത് അല്ലെ. ഇനി നോക്കിക്കേ, വൃദ്ധാവസ്ഥ ചിത്രൻ മിൽത്താ ഹേ. വൃദ്ധാവസ്ഥ, അതില് വൃദ്ധാവസ്ഥയുടെ, വൃദ്ധരായിരിക്കുന്ന സമയത്ത് ആ അവസ്ഥയുടെ ചിത്രൻ മിൽത്താ ഹേ, പിക്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്ന സംഭവം, അതായത് ഇതിന്റെ കൂടെ ഈ സുന്ദർ ഒരു സരൾ കവിത ഹേക്ക് മുമ്പ് ഇട്ട് കൊടുക്കേണ്ട പോയിന്റ്സ് ആണ് ലാസ്റ്റ് എന്ന് പറഞ്ഞ മിസ് എഴുതി തരുന്നത് കേട്ടോ. ആ ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട പോയിന്റ് ഇതാണ്. ഹം ബൂഢേ ലോകോങ്കി, നമ്മൾ വയസ്സായ, ബൂഢേ ലോകം വെച്ചതാണ് വയസ്സായ അല്ലെ, വയസ്സായ ആളുകളുടെ ചടി ബനേക്ക സന്ദേശിത്ത ഹേ. ചടി അവരുടെ ഊന്നുവടി ആകാൻ വേണ്ടിയിട്ട്, നോക്ക, ഊന്നുവടി ആകാൻ വേണ്ടിയിട്ടുള്ള സന്ദേശമാണ് നമുക്ക് കിട്ടുന്നത്. ഈ കവിതയിൽ നിന്നും കിട്ടുന്ന സന്ദേശം എന്താണ്? ഹം ബൂഢേ ലോകോങ്കി, നമ്മൾ വയസ്സായുള്ള ആളുകളുടെ ചടി ഊന്നുവടിയായിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദേശം നമുക്ക് ഈ കവിതയിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ ഈ കവിതയിൽ നിന്ന് കിട്ടുന്ന സന്ദേശമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാസ്റ്റത്തെ ഏതെങ്കിലും ഭാഗത്ത് കുത്തിത്തിരിക്കി കൊടുക്കാം. ഓക്കെ, അത് എഴുതി കൊടുത്താൽ മതി. യെസ്, അപ്പൊ അതും സിമ്പിളായി. നടുവത്തെ ഭാഗം നമുക്ക് എന്തായാലും കവിത തന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പം രണ്ടാമത്തെ കവിതയും സെറ്റായി. ഇനി മേരിമാ എന്ന് പറയുന്ന കവിതയാണ് അല്ലെ. മേരിമാ എന്ന് പറയുന്ന കവിത നോക്കിക്കേ മക്കള്. പ്രസൂൻ ജോഷിയാണ് എഴുതിയത്, നമുക്കൊക്കെ അറിയാം, അത് പഠിക്കുന്നു. കവിയുടെ പേര് എന്തായാലും പഠിക്കണേ. കവിതയിൽ കവിയുടെ പേര് പഠിക്കാൻ നമുക്ക് ഒരു പരിപാടി ഇല്ല, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് നോക്കി, പ്രസൂൻ ജോഷിയാണ് എഴുതിയതെന്നൊക്കെ നമ്മൾ പറയുന്നു. ഈ കവിത ഉസ് ചോട്ടേ സെ ബച്ചേ കോ കെ एक, ഓക്കെ മക്കൾ എന്ത് ചെയ്യാ, छोटे से बच्चे के अकेलापन और माँ के प्रति प्रेम को दिखाते हैं. ഓക്കെ, ഇതെന്താ എഴുതേണ്ടത് വെച്ചാല് ഈ കവിത ചോട്ടേസെ, ചെറിയ കുട്ടിയുടെ അഖേലാപ്പൻ, ഒറ്റപ്പെടൽ കേട്ടോ, ഒറ്റപ്പെടലും പിന്നെന്താണ്, ഒറ്റപ്പെടലും മാക്കെ പ്രതി, അമ്മയോട് കേട്ടോ, അമ്മയോടുള്ള
പ്രേം അമ്മയോടുള്ള സ്നേഹവും കാണിച്ചു തരുന്നു. ഒറ്റപ്പെടലും പിന്നെന്താ കാണിക്കുന്നത്? അമ്മയോടുള്ള സ്നേഹവുമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സിമ്പിൾ. ഓക്കെ, മേരിമാ എന്ന് പറയുന്ന കവിത നമുക്ക് അറിയാലേ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? അതൊരു എന്തായിരുന്നു? ഫിലിമി ഗീതായിരുന്നു, നമുക്കറിയാം. താരേ ജമീൻ പർ എന്ന് പറഞ്ഞ സിനിമയത്തെയാണ്. അതൊക്കെ നമുക്ക് എഴുതി വെക്കാം പറ്റും കേട്ടോ. താരേ ജമീൻ പർ എന്ന് പറഞ്ഞ കവിതയിലാണ് ഇഷാൻ അവസ്ഥയാണ് അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെ. ഇപ്പൊ നമ്മൾ എന്തായാലും എന്ത് ചെയ്യും? അതിന്റെ ആശയം ഒന്നുകൂടി നമ്മുടെ മാരത്തോണിനൊക്കെ ആയിട്ട് പറയും. നമ്മൾ എന്തായാലും പറയും. പക്ഷെ എന്താണ്, ഇനിയിപ്പൊ അത് പഠിക്കാനുള്ള നേരം ഇല്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് പോയിന്റ്സ്, ഈ പോയിന്റ്സ് ഒക്കെ വെച്ച് എഴുതിയാലും മകൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, നോക്കി ഇനി എന്താണ് ലാസ്റ്റിലോട്ട് നമുക്ക് എഴുതാൻ പറ്റിയ കുറച്ച് പോയിന്റ്സ് നോക്കിയേ. മാ ബച്ചേക്ക്, ഇത് ലാസ്റ്റ് എഴുതേണ്ട പോയിന്റ് ആണ് കേട്ടോ. ലാസ്റ്റ് മക്കളെ ഇട്ട് കൊടുക്കേണ്ട പോയിന്റ് ആണ്. നോക്കാം. മാ ബച്ചേക്ക്, അമ്മ കുട്ടികളുടെ സബ്സെ ബഡി, ഏറ്റവും വലിയ താക്കത്ത് ഒരു സഹാര, സ്ട്രെങ്ത്തും ആയിരിക്കും. അതേപോലെ തന്നെ എന്തായിരിക്കും എന്ന് പറയുന്നത്? സഹാര, ആശ്രയവുമായിരിക്കും എന്ന് പറയുന്ന ഭാഗമാണ്. സ്ട്രെങ്ത്തുമാണ്, അതേപോലെ തന്നെ എന്താണ്? ആശ്രയവുമാണ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? മേരിമാ എന്ന് പറയുന്ന കവിത എന്ന് എന്റെ മക്കൾ പഠിച്ചു വെക്കേണ്ട കാര്യം. അപ്പൊ ആലോചിക്കുക. ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് മേരിമാ. എന്താണ് മേരിമാ? ഹിന്ദി സാഹിത്യക്ക് എന്താണ് പ്രമുഖ കവി പ്രസൂൻ ജോഷിക്ക് एक मशहूर कविता है എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. പിന്നെ इस कविता में പിന്നെ छोटे से बच्चे के अकेलापन और माँ के प्रति प्रेम को दिखाती है അല്ലെങ്കിൽ इसके बारे में कहा गया है എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫുള്ള് സാധനം നമ്മുടെ ആ ഫോർമാറ്റ് മൊത്തം എഴുതി വെക്കുന്നു. ലാസ്റ്റിലോട്ടുള്ള പോയിന്റ്സിൽ ഇതും ചേർത്ത് കൊടുക്കുക, പ്ലസ് എന്തും ചേർത്ത് കൊടുക്കുക. സുന്ദർ കവിത ഹേ, സരൽ കവിത ഹേ, പ്രഭാവശാലി കവിത ഹേ, ബിൽക്കുൽ പ്രാസംഗിക് ഹേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നു. സെറ്റ് നമ്മുടെ ഫുൾ മാർക്ക് ഉറപ്പായി കേട്ടോ. ഓക്കെ, ഇനി ചൗക്ക് എന്ന് പറയുന്ന കവിതയും ഖുശ്ബു രച്തേ ഹേ ഹാത്ത് എന്ന് പറയുന്ന കവിതയുള്ളൂ. ഈ രണ്ട് കവിതയാണ് നമുക്ക് ലാസ്റ്റത്തെ 2 യൂണിറ്റിൽ വരുന്നത്. എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് മിക്കവാറും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ എന്താണ്, നമുക്ക് ഇതല്ലാതെ ഫസ്റ്റ് തൊട്ടേ ചോദിക്കും. അതുകൊണ്ടാണ് മിസ് ഫുൾ എഴുതി തന്നിട്ടുള്ളത്. ചൗക്കിനും ഖുശ്ബു രച്തേ ഹാത്തിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം മക്കൾ പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ലാസ്റ്റിലോട്ടുള്ള 2 പോമുകളാണ്. അപ്പൊ ഇതാവുന്ന സമയത്ത് ഈ കവിതകൾ എന്താണ് നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് കൃത്യമായിട്ട് എന്റെ മക്കൾ പഠിക്കുക. അപ്പൊ ചൗക്ക് എന്ന് പറയുന്ന കവിത അല്ലെ, അതെന്താണ്? ആരെ എഴുതിയിട്ടുള്ളത്? ആലോക് ധന്വ ആണ് എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം ധന്വ എന്നുള്ള കാര്യം, ആലോക് ധന്വ എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുന്നു. അപ്പൊ അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും എന്ത് ചെയ്യുക, ആലോക് എന്നെങ്കിലും പഠിച്ചു വെക്കാം. ഓക്കെ, ആലോക് എന്നെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ധന്വ ഒന്നും കിട്ടിയില്ലെങ്കിൽ സാരില്ല, ആലോക് എന്നെങ്കിലും പഠിച്ചു വെക്കാം. ഓക്കെ, ഇതിൽ എന്ത് വിഷയത്തിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്? കവി ബച്പൻ കെ യാദോം കെ ബാരേമേ കഹാ ഗയാ ഹേ, പണ്ടുണ്ടായിരുന്ന മൂപ്പരുടെ ബച്പൻ, ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന, ചെറിയ കുട്ടിയായിരുന്ന സമയത്തുണ്ടായിരുന്ന കുറച്ച് ഓർമ്മകളെ കുറിച്ചിട്ടാണ് പറയുന്നുണ്ടായിരുന്നത് അല്ലെ. ഓക്കെ, പിന്നെ നമുക്ക് എഴുതാൻ പറ്റിയ വേറെ പോയിന്റ്, നമുക്ക് എന്തായാലും കുറച്ച് പോയിന്റ്സ് അധികം എഴുതണം. കാരണം ഇതാണ് വരാൻ ഏറ്റവും ചാൻസ് കൂടുതലുള്ള 2 കവിതകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് പോയിന്റ്സ് അധികം പഠിക്കണം അല്ലെ. നോക്കാം. ബച്പൻ മേ, ഇത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമുക്ക് എഴുതി കൊടുക്കാം കേട്ടോ. ഇത് ഇൻട്രൊഡക്ഷനിൽ തന്നെ നമുക്ക് കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് പാരയിൽ തന്നെ ഇത് എഴുതാൻ പറ്റും കേട്ടോ. നമുക്ക് നോക്കാൻ ശ്രദ്ധിക്കാം. ബച്പൻ മേ കുച്ച് സ്ത്രീയാ, ഈ നമ്മുടെ ഈ ഒരു ചൈൽഡ്ഹുഡിന്റെ സമയത്ത്, ബാല്യകാലത്തിൽ നമുക്ക് കുറച്ച് സ്ത്രീകൾ കവിയെ ചൗക്ക് പാർ കർണേമേ മദത് കർത്തി തീ. ചൗക്ക് നമ്മുടെ ഈ ജംഗ്ഷൻ പാർ കർണേമേ, ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മദത്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കവി ഉൻ സ്ത്രീയോ കെ ബാരേമേ ബതാതാ ഹേ അല്ലെ. ആ സ്ത്രീകളെ കുറിച്ചിട്ടാണ് കവി പറയുന്നത്. ഇത് ഇമ്പോർട്ടൻസ് ആണ്. കവിതയിൽ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ എഴുതുന്നു. നോക്കിക്കേ, ഈ ഒരു സ്ത്രീകള് നമ്മുടെ ചൗക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിച്ച കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ് നമ്മൾ ബ്ലാ 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 തുടങ്ങിയില്ലേ, അതിന്റെ ഫസ്റ്റ് നമ്മൾ എഴുതി കൊടുക്കുക. അതിന്റെ ഫസ്റ്റ് ലൈൻ ആയിട്ട് ഇത് എഴുതിയിട്ട് ബാക്കി ലൈൻസ് അതേപോലെ തന്നെ മക്കൾ എഴുതിയെടുത്താൽ മതി. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കൊടുത്താൽ മതി. ഇത് ലാസ്റ്റിലോട്ട് എഴുതരുത്. ഈ ഭാഗം മക്കൾ ലാസ്റ്റിലോട്ട് എഴുതരുത്. ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതിക്കോളാം. തേർഡിലോട്ട് മാറ്റരുത്. ഇനി തേർഡിലോട്ട് എഴുതേണ്ട ആളാരാ? ഇതാണ്. ലാസ്റ്റ് എഴുതേണ്ട ആള് ഇതാണ്. ഈ പോയിന്റ് ആണ്. നോക്കണം മക്കളെ, ശ്രദ്ധിച്ചോളെ. കവി അപ്പനി യാദോം കോ അപ്പനി പാസ് രഖ്തേ ഹേ. നമുക്ക് എഴുതാം. കവി ഹമേഷ, എപ്പോഴും എന്താണ്, തന്റെ ഓർമ്മകളെ തന്റെ കൂടെ നിർത്തുന്ന ആളാണ്. നോക്കണേ, അപ്പനി യാദോം കോ, ഓർമ്മകളെ മലയാളം എഴുതേണ്ട ആൾക്കാർ മലയാളം തന്നെ എഴുതിയിട്ട് പഠിക്കുക കേട്ടോ. ഓർമ്മകളെ തന്റെ പാസ്, കൂടെ കേട്ടോ, കൂടെ എന്ത് ചെയ്യുന്നു, നിലനിർത്തുന്നു. രക്തേ വെക്കുന്നു എന്നുള്ള അർത്ഥമാണ്. തന്റെ ഓർമ്മകളെ കൂടെ നിർത്തുന്ന ആളാണ് ആര്? ഈ ഒരു കവി എന്ന് പറയുന്നത്. അയാൾ മറന്നു പോയിട്ടില്ല, പണ്ടത്തെ ആൾക്കാരെ മറന്നു പോയിട്ടില്ല, പണ്ടത്തെ ഓർമ്മകൾ മറന്നു പോയിട്ടില്ല. കവി എപ്പോഴും എന്താണ്, തന്റെ യാദോംകോ, അപ്പനി യാദോംകോ, ഓർമ്മകൾ എന്താണ്, കൂടെ തന്നെ നിർത്തുന്ന ആളാണ്. ഓക്കെ, യെസ്. അപ്പൊ ചൗക്ക് എന്ന് പറയുന്ന കവിതയുടെ പോയിന്റ്സ് നമുക്ക് സെറ്റ് ആണ്. അപ്പൊ നമ്മൾ ഫോർമാറ്റ് ഇടുന്നു, ഫോർമാറ്റിൽ ഈ പോയിന്റ്സ് ഇട്ട് കൊടുക്കുന്നു, നടുവിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. സിമ്പിൾ. ഇനി ഖുശ്ബു രച്തേ ഹേ ഹാത്ത് എന്ന് പറയുന്ന നമ്മുടെ അവസാന
അവസാനത്തെ കവിതയായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അരുൺ കമലാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലെ ഇത് എഴുതി കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മൾ എഴുതും, ഖുശ്ബു രച്തേ ഹാത്ത് हिंदी साहित्य के प्रमुख कवि अरुण कमल का एक मशहूर कविता है. इस कविता में ഈ കവിതയിൽ എന്തിനെ കുറിച്ച് പറയുന്നു, അരുൺ കമൽ കെ. ഓക്കെ, ഇതൊരു A+ പോയിന്റ് ആണ്. മിസ് ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് മക്കൾക്ക് തരുവാണ്, കാരണം ഇത് നമുക്ക് വരാൻ ചാൻസ് കൂടുതലുള്ളതായതുകൊണ്ട് ഒരു A+ പോയിന്റും കൂടി മക്കൾ പഠിച്ചു വെക്കാം. വിഷയത്തിന് മുമ്പ് എഴുതാൻ പറ്റിയ ഒരു A+ പോയിന്റ്. ഇത് വിഷയമല്ല കേട്ടോ, വിഷയത്തിന് മുമ്പ് എഴുതാൻ പറ്റിയ ഒരു എക്സ്ട്രാ പോയിന്റ്. എന്താണത് നോക്കാം. ഈ കവിത ഉണ്ടല്ലോ ഖുശ്ബു രച്തേ ഹാത്ത് എന്ന് പറയുന്നത്, ഇത് അരുൺ കമലിന്റെ ഏത് നയേ ഇലാഖേമേ എന്ന് പറയുന്ന ഒരു കവിതാ സംഗ്രഹത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് A+ പോയിന്റ് ആണ്. വേണ്ട ആൾക്കാർ ഇത് പഠിച്ചു വെച്ചോളാം. ഇതൊരു ന്യൂ പോയിന്റ് ആണ്. അപ്പൊ നോക്കിയേ, ഇത് അരുൺ കമലിന്റെ നയേ ഇലാഖ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്, ഒരു കവിതാ സംഗ്രഹങ്ങൾ, ഒരുപാട് കവിതയുള്ള ഒരു ബുക്ക് ഉണ്ട്. ആ ഒരു ബുക്കിലെ എന്താണ് ഒരു കവിതയാണ് നമ്മുടെ എന്ത് പറയുന്നത്, ഈ ഖുശ്ബു രച്തേ ഹാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ ബുക്കിന്റെ സംഗ്രഹത്തിന്റെ പേരാണ് നമ്മൾ പറയുന്നത് നയേ ഇലാഖേമേ. ഓക്കെ, നയേ ഇലാഖേമേ എന്ന് പറയുന്ന എന്താണ്, നാമക് കവിതാ സംഗ്രഹ സേ ലീ ഗയേ. ഈ കവിതാ സംഗ്രഹത്തിൽ നിന്നും എടുത്തതാണ്. ഒരുപാട് കവിത ഉള്ളതിനാണ് നമ്മൾ കവിതാ സംഗ്രഹം എന്ന് പറയുന്നത്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതയാണ് എന്ത്, ഖുശ്ബു രച്തേ ഹാത്ത്. കവിതാ സംഗ്രഹത്തിന്റെ പേരെന്താ, നയേ ഇലാഖേമേ. അപ്പൊ എന്റെ മക്കളെ ഇതൊരു A+ പോയിന്റ് ആണ്, പഠിച്ചു വെച്ചോളാം. നോക്കുക, ഈ കവിത അരുൺ കമലിന്റെ നയേ ഇലാഖ കവിതാ സംഗ്രഹത്തിൽ നിന്ന് എടുത്തു. നെക്സ്റ്റ് പോയിന്റ് ആയിരിക്കണം നമ്മുടെ വിഷയം. ഇതാണ് നമ്മുടെ വിഷയം. നോക്കിക്കേ, കവിതാമേ അഗർബത്തിയാം ബനാനെ വാലെ, ചന്ദനത്തിരികൾ ഉണ്ടാക്കുന്ന മെഹനത്തി ലോഗ് അല്ലെ, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, എന്താണ് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആരെ കുറിച്ചിട്ടാ പറയുന്നത്, ലോഗോ കെ ബാരേമേ, ആളുകളെ കുറിച്ച്, ജനങ്ങളെ കുറിച്ച് കഹാ ഗയാ ഹെ. ഇതാണ് നമ്മുടെ വിഷയം കേട്ടോ. വിഷയം എഴുതുന്നുണ്ട്, ഇതാണ് നമ്മുടെ വിഷയം. ഇതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. മറ്റേത് A+ പോയിന്റ് ആണ്. ഇതാണ് നമ്മുടെ വിഷയം വരുന്നത്. അഗർബത്തികൾ ഉണ്ടാക്കുന്ന മെഹനത്തി, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ലോഗോ കെ, ജനങ്ങളെ കുറിച്ചിട്ടാണ് കഹാ ഗയാ ഹെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സെറ്റ് ആണ്. ഇനി ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും കുറച്ച് പോയിന്റ്സ് ആണിത്. കവിതാമേ കവിനെ അഗർബത്തിയാം ബനാനെ വാലെ, ഈ ഒരു ചന്ദനത്തിരികൾ ഉണ്ടാക്കുന്ന, ശ്രമിക്കോ മീൻസ് എന്താണ്, വർക്കേഴ്സ് എന്നുള്ള അർത്ഥമാണ്. വർക്കേഴ്സിന്റെ ജീവിതം, ലൈഫിനെ കുറിച്ചിട്ടും, ഉൻകെ ദുർദശ, ആ വാക്ക് പഠിച്ചു വെച്ചോണേ. ദുർദശ എന്നാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ കഷ്ടപ്പാട്, അവര് ദുർദശയാണല്ലോ ഇതില്ലേ, അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ചിട്ടുമാണ്, അതിന്റെ ചിത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്നു. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, കവിതയുടെ ഖുശ്ബു രച്തേ ഹാത്തിൽ നമുക്ക് എഴുതാൻ പറ്റിയ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് എന്തായി, കവിതയുടെ ആശയം അങ്ങ് സെറ്റായി. എന്തൊരു സിമ്പിൾ ആയിട്ട് അല്ലെ, എന്തൊരു സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇത് എഴുതിയേക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പഠിച്ചാലും നമുക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. നാളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ടാവും. മക്കൾക്ക് ഫോർമാറ്റുകൾ മുഴുവൻ, ലെറ്റർ, ഡയറി, പോസ്റ്റർ, പിരമിഡ്, ഈ വക എല്ലാ സാധനങ്ങളും വെച്ച് എന്ത് ചെയ്യാം, ഒരു വീഡിയോ കൂടി മിസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാം, അതും കൂടി മക്കൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി. ഓക്കെ, അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദി എന്തായി, പകുതി ആശ്വാസമായി. ഓക്കെ, കുറച്ച് കവിതയുടെ പ്രശ്നം വരും, പിന്നെ കുറച്ച് ലെറ്ററും ഡയറിയുടെയും പ്രശ്നം വരും, അതൊക്കെ സെറ്റായി. പിന്നെന്താണ്, ഇന്ന് നമ്മള് യൂണിറ്റ് 5 പിന്നെന്താണ് 4, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, ഏറ്റവും കൂടുതൽ മാർക്ക് എവിടുന്ന വരിക, ഈ യൂണിറ്റുകളിൽ നിന്നാണ്. അതും കൂടി ഇന്ന് നമ്മൾ സെറ്റാക്കും. അപ്പൊ സിമ്പിളായി, പിന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. നമ്മൾ ഓരോ ലൈവ് കഴിയുമ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട് വരും കേട്ടോ. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ മക്കള് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കാര്യം. ഇത്രയും കാലം പഠിച്ചില്ല, അതൊക്കെ പോട്ടെ. ഈ ഒരു ലൈവുകൾ, ഇനി വരുന്ന പോകുന്ന ലൈവുകൾ കൃത്യമായിട്ട് കാണാം, കൃത്യമായിട്ട് പഠിക്കുക. ഇന്ന് മിസ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുക്കുക, എഴുതി തന്നെ പഠിക്കുക. പഠിച്ചാൽ നമുക്ക് തലയിൽ നിൽക്കില്ലേ, എഴുതുക, മലയാളം മുകളിൽ എഴുതുക, എന്നിട്ട് പഠിച്ചോളാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ മക്കൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.